അതിൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു ലഹരി ഉപയോഗിച്ച മകന്റെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് ഈ കുട്ടിയുടെ അച്ഛൻ വരുമ്പോൾ തന്തയാണെന്ന് നോക്കില്ല, തീർത്ത് കളയും എന്ന് പറഞ്ഞ് തെറി വിളിക്കുന്ന ഒരു മകൻ സ്വന്തം അച്ഛനെയാണ് വിളിക്കുന്നത്. എങ്ങോട്ടാണ് നമ്മുടെ കുട്ടികളുടെ പോക്ക് എന്ന് പറയുന്ന വലിയൊരു ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മുടെ പത്രങ്ങൾ അല്ലെങ്കിൽ വാർത്തകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വാർത്തകൾ കൂടുതലാണ്. അതും പ്രത്യേകിച്ച് ഈ അക്രമ സ്വഭാവമുള്ള വാർത്തകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ വാർത്തയല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, പ്രിൻസിപ്പലിനോട് കാല് കയറ്റി വെച്ചിരുന്ന അവിടെ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ നമ്മൾ കണ്ടു. 15ഉം 14ഉം വയസ്സുള്ളവർ തമ്മിൽ കുത്തി മരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. 9ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഗർഭിണിയാക്കുന്ന വാർത്ത ഇടുക്കിയിൽ നിന്ന് വന്നു. ഇത്തരത്തിൽ അനേകം വാർത്തകളാണ് ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായി നമ്മുടെ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ കുട്ടികൾ ഇത്രത്തോളം അക്രമാസക്തരാകുന്നത് എന്ന് വലിയൊരു ചോദ്യമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ആദ്യം പറഞ്ഞ കേസിൽ തന്നെ ആ ഒരു കുട്ടി അത്ര അഗ്രസീവ് ആവുന്നത് ലഹരി ഉപയോഗം കൊണ്ട് തന്നെയാണ്. ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ വന്ന് ചോദ്യം ചെയ്യുമ്പോഴാണ്. അച്ഛനാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇതാണ് വലുത്, ഇതാണ് വലുത് എന്നത് കൊണ്ട് തന്നെ അച്ഛനാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അച്ഛനെയാണെങ്കിലും തീർത്ത് കളയും എന്നൊരു പ്രസ്താവന ആ കുട്ടി പറയുന്നത്. അതോടൊപ്പം തന്നെ പല കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് മെയിൻ ആയിട്ടുള്ളത് ലഹരി തന്നെയല്ലേ. ലഹരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്കൂൾ പരിസരത്ത് നിന്ന് എത്ര പേരെയാണ് ലഹരിയുമായി പിടിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ സ്കൂളുകളിൽ ഇപ്പോൾ സുലഭമായ ലഹരി ഉപയോഗം കിട്ടുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അപ്പോ ലഹരിയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ ആദ്യം ഒരു കാലം തൊട്ട് കഞ്ചാവ് എന്ന് പറഞ്ഞ രീതിയിൽ കഞ്ചാവിനെ നമ്മൾ വളരെ രീതിയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായിരുന്നു നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അതിനുശേഷം ഒരുപാട് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അതിനുശേഷം ഈ കഞ്ചാവ് കേസിൽ ഒരാൾ പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ അത് സുലഭമായി ഇപ്പൊ പലരും ഉപയോഗിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതേപോലെ MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് സുലഭമായി കിട്ടുന്നുണ്ട് എന്നതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. നമ്മുടെ കായംകുളം MLA ആയിട്ടുള്ള പ്രതിഭ ഹരിയുടെ മകൻ ഈ ഒരു കേസിൽ എന്ന് വെച്ചാൽ എക്സൈസ് അംഗങ്ങൾ പുകവലിച്ചു എന്ന രീതിയിൽ പിടിച്ചു. അന്ന് നമ്മൾ കണ്ടതാണ് നമ്മുടെ MLA ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെ അതിനെ ഒരു പ്രതിരോധിക്കുന്ന രീതിയിൽ, കുട്ടികളല്ലേ, കുട്ടികളാകുമ്പോൾ ഒന്ന് വലിച്ചൊക്കെ പോകുമെന്ന രീതിയിൽ നമ്മുടെ മന്ത്രി പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം മന്ത്രിമാർ ഉള്ളിടത്ത് നമുക്ക് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാല്ല. നമ്മുടെ മന്ത്രി വരെ പറയുന്നുണ്ട് നമ്മുടെ കുട്ടികളല്ലേ, ഒന്ന് വലിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പുകവലിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുകവലിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമപരമായ തെറ്റല്ല, പൊതുസ്ഥലങ്ങളിൽ വലിക്കരുത് എന്നുള്ള. കഞ്ചാവ് വലിക്കുന്നത് നല്ലതാണെന്ന് സജി ചെറിയാൻ പറഞ്ഞു വെച്ചിട്ടില്ല. അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചത് കഞ്ചാവ് അല്ല, ഞാൻ സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളെയാണ് പറയുന്നത്. ഈ സജി ചെറിയാൻ ആകട്ടെ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരാവട്ടെ അല്ലെങ്കിൽ ഭരണകൂടമാകട്ടെ ഈ ലഹരിയെ തടുക്കാൻ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വളരെ ശരിയായ ഒരു വസ്തുത തന്നെയാണ്. കാരണം ഈ പറഞ്ഞ കേസുകളിൽ ഒരു 60-70% കേസുകളിലും ലഹരി തന്നെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കണ്ട വീഡിയോയിലാണെങ്കിലും അച്ഛനാണെന്ന് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ഈ ലഹരിക്ക് അച്ഛനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ടുമല്ല, പക്ഷെ ഈ ലഹരി ആ കുട്ടിയെ അത്രത്തോളം കീഴ്പ്പെടുത്തിയത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ സംസാരിക്കുന്നത്. അത് നമുക്ക് കൃത്യമായത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ ലഹരി എന്ന് പറയുന്നത് വലിയൊരു പോയിന്റ് തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ലഹരിയോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ ഇന്ന് ലഹരിക്ക് അടിമപ്പെടുന്നു? എന്തുകൊണ്ടാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ലഹരി ഉപയോഗം ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നത്? സുലഭമായി അത് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി അതിന് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് അത് സപ്ലൈ കൂടിക്കൊണ്ട് വരുന്നത്, അല്ലെ? അതൊരു തിയറിയാണ്. ഡിമാൻഡ് കൂടുമ്പോഴാണ് സപ്ലൈ കൂടിക്കൊണ്ട് വാങ്ങിക്കാൻ ആളുള്ളടുത്ത് ഒരുപാട് സപ്ലൈ ചെയ്യപ്പെടും. അതേപോലെ കുട്ടികൾ തന്നെ ഈ ഒരു ഡ്രഗ് വിൽപ്പനയിലേക്ക് എത്തിപ്പെടുന്നു. തീർച്ചയായിട്ടും പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു സമ്പാദ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങൾക്കൊരു എന്താ പറയാ കുറച്ച് അവരുടേതായ ചെലവുകൾ നിർവഹിക്കാൻ വേണ്ടി അവർക്ക് ഈസിലി പോക്കറ്റ് മണി ലഭിക്കുന്ന ഒരു മേഖലയാണ് ലഹരി വിൽക്കുക എന്ന് പറയുന്നത്. ചെയിൻ മാതിരിയുള്ള കാര്യമാണ്. കാരണം ആദ്യം ഇവർക്ക് കുറച്ച് ഉപയോഗിക്കാൻ കൊടുക്കും, അത് ഫ്രീ ആയിട്ടായിരിക്കും ഈ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നത്. ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിനൊരു രസം തോന്നും, കൊള്ളാമല്ലോ, ഇത് നല്ലൊരു രസമുള്ള കാര്യമാണ്. ആ ഒരു ലഹരിയിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇവർക്ക് ഈ അഡിക്ഷന്റെ പുറത്ത് പിന്നീട് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. കാരണം ഉറങ്ങണമെങ്കിൽ ഇതിന്റെ ആവശ്യകത വരും. അപ്പൊ കുട്ടികൾക്ക് ഇതിന് ഡിമാൻഡ് വരുമ്പോൾ ഇവർക്ക് പൈസ വേണം. പൈസയ്ക്ക് പകരം ഈ ഒരു ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ചെയിനായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സുലഭമായി കിട്ടും. അങ്ങനെ കുട്ടികൾ ഇതിന്റെ വിൽപ്പനയുടെ ഭാഗമായി മാറുന്നു. അങ്ങനെയാണ് പിന്നീട് കുട്ടികൾ അതിന്റെ അഡിക്ഷൻ ലെവലിലേക്ക് പോകുന്നത്. ഈ നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെ പണ്ടായിരുന്നു ഈ വലിക്കുന്ന കുട്ടികളൊക്കെ അപൂർവമായിട്ടുള്ളത്. ഇപ്പൊ വലിക്കാന്നുള്ളതിനപ്പുറത്തേക്കും
അവർ ചെറിയ പ്രായത്തിൽ തന്നെ വരിക്കാനുള്ള സംവിധാനങ്ങൾ അവരിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രസ്താവനകൾ പറയുക എന്ന് പറയുന്നത് കുറച്ചുകൂടി സൂക്ഷിച്ച് പറയണ്ടേ? കാരണം തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ജനപ്രതിനിധിയിലേക്ക് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ലഹരിയെ മാറ്റി നിർത്താം. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ബിഹേവിയർ ഇങ്ങനെയായി പോയത്? കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഒരു കുട്ടി ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് തന്റെ കൂടെ പഠിച്ച കൂട്ടുകാർ അടക്കമുള്ള സഹപാഠികൾ ആ കുട്ടിയെ ബുള്ളിയിങ് ചെയ്യുന്നു, നിറത്തിന്റെ പേരിൽ കളിയാക്കുന്നു, ആ കുട്ടിയുടെ മുഖം ടോയ്ലറ്റിൽ വെച്ച് ഫ്ലഷ് ചെയ്യുന്നു, ആ കുട്ടിയെ വളരെ എന്താ പറയാ വൃത്തികെട്ട രീതിയിൽ ആ കുട്ടിയെ കുറിച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ ആ കുട്ടിയുടെ മരണ വാർത്ത പോലും ആഘോഷിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളെ നമ്മൾ അവിടെ കണ്ടു. അവരാരും എല്ലാവരും ലഹരി ഉപയോഗിച്ചവരൊന്നുമല്ല. അവരുടെ മെന്റാലിറ്റി എന്തുകൊണ്ട് ഇങ്ങനെയായി മാറുന്നു എന്ന് പറയുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ 9ാം ക്ലാസ്സുകാരിയെ 8ാം ക്ലാസ്സുകാരൻ ഗർഭിണിയാക്കി എന്ന് പറയുന്നു. ഈ വാർത്തയിൽ അവിടെയും നമ്മൾ ചിന്തിക്കണം, അവിടെയും ലഹരിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇന്ന് ഇത്തരത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇന്ന് ഒന്നിനോടും പേടിയില്ലാതെയാവുന്നത്? പണ്ട് കാലത്ത് നമുക്ക് പേടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വഴക്ക് പറയും എന്നുള്ള പേടിയുണ്ട്. അല്ലെങ്കിൽ തമാശയ്ക്കാണെങ്കിലും ട്രോൾ ചെയ്യപ്പെട്ടാണെങ്കിലും പലരും ചെയ്തൊരു കാര്യമാണ്, ഉമ്മ വെച്ചാൽ കുട്ടി ഉണ്ടാവുമെന്ന് പേടിച്ചിരുന്ന കാലത്താണ് ഇപ്പൊ കുട്ടികൾ അച്ഛനമ്മമാരായി മാറുന്നത്. തീർച്ചയായിട്ടും 18 വയസ്സാവാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന എത്രയോ വിദ്യാർത്ഥികളാണ് നമ്മുടെ നാട്ടിൽ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പബ്ലിക് റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടയാണ്, കുട്ടികളോട് ചോദിക്കുന്നുണ്ട് സ്കൂളിൽ വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിലൊരു കുട്ടി പറയുന്നുണ്ട്, സ്കൂളില് പുറത്തുനിന്നുള്ള സ്കൂളിൽ വരേണ്ട ഒരു മാറ്റം പ്രധാനപ്പെട്ടതായിട്ട് ആദ്യം പറയുന്നത് ടീച്ചേഴ്സ് ആണെങ്കിൽ ലൈൻ അടിക്കാൻ സമ്മതിക്കണം. സ്കൂളിൽ വരേണ്ട മാറ്റം പുള്ളി ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഇനി നിങ്ങൾക്ക് വേണ്ട മാറ്റം എന്താണെന്നാണ് ചോദിക്കുന്നത്. ആദ്യം പറയുന്നത് ലൈൻ അടിക്കാൻ സമ്മതിക്കണം. രണ്ടാമത്തേതായിട്ടുള്ള മാറ്റം പുറത്തുനിന്നുള്ള ചേട്ടന്മാരെ അകത്തേക്ക് കയറ്റാൻ സമ്മതിക്കണം. പിന്നീടുള്ള മാറ്റം എന്ന് പറയുന്നത് ഫോൺ യൂസ് ചെയ്യാൻ സമ്മതിക്കണം ഓരോ ഇന്റർവെൽ സമയത്ത്. അപ്പൊ ചോദിക്കുന്നുണ്ട് ക്ലാസ് പീരീഡ് ആണോ? അല്ലല്ല, ക്ലാസ് പീരീഡ് വേണ്ട, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇന്റർ പീരീഡ് ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കണം. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ പ്രായം കുറച്ചൊന്ന് മാറ്റണം. 18 അല്ലേ, അത് ഭയങ്കര കൂടിപ്പോയില്ലേ? ഒരു 16 or 15 ആക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും സൗകര്യം. അത് അത്രയും ഇമ്മെച്യൂരിറ്റിയുടെ പ്രശ്നമാണ്. പിന്നെ കൃത്യമായ ഗൈഡൻസ് ലഭിക്കാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. കാരണം പാരന്റ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കൃത്യമായ ഗൈഡൻസ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കിട്ടുന്നില്ല. അതൊരു വലിയൊരു പോയിന്റ് ആണ്. കാരണം ഇന്നത്തെ കുട്ടികൾ എന്തുകൊണ്ട് ഇത്രയും റൂഡായി ബിഹേവ് ചെയ്യുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കൃത്യമായി നമ്മൾ ഈ കുട്ടികളുടെ പാരന്റ്സിലേക്ക് അല്ലെങ്കിൽ അതിന്റെ മുൻപുള്ള ജനറേഷനിലേക്ക്, ഇവരെ ഗൈഡ് ചെയ്യുന്ന ജനറേഷനിലേക്ക് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന്, ഇതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നല്ല, ഇതൊരു പ്രശ്നമാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരു വാർത്ത എടുക്കാം. ഒരു കുട്ടി കൊന്നു എന്നുള്ള ഒരു വാർത്തയാണെന്നിരിക്കട്ടെ. ആ വീഡിയോന് താഴെ വരുന്ന കമന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവനെയൊക്കെ തല്ലിക്കൊല്ലണം, ഇവനെയൊക്കെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് വളരെ രോഷാകുലരാകുന്ന മധ്യവയസ്കരെയാണ് നമ്മൾ കാണുന്നത്. ഇവരുടെയൊക്കെ ജീനാണ് ഈ കുഞ്ഞുങ്ങളായി ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആ സമയത്ത് ഇവരിൽ നിന്ന് ഈ അമർഷവും ഈ രോഷവും ഈ സ്വഭാവ ഗുണങ്ങളും എന്തായാലും ഈ കുട്ടികൾക്ക് കിട്ടുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കൃത്യമായ പാരന്റിങ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കാത്തത്? പണ്ട് കാലത്തെ പോലെയല്ല, ഇന്നത്തെ ജനറേഷൻ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. പണ്ട് കാലത്ത് നമ്മളൊക്കെ ജനിച്ച കാലത്ത് നമുക്ക് ജനിച്ചപാടെ ഫോൺ എന്താണെന്ന് അറിയാമോ? ഫോൺ സ്വൈപ്പ് ചെയ്യാൻ അറിയാം. ഇന്നത്തെ കുട്ടികൾ ജനിച്ചു വീഴുന്നത് ഫോണിലേക്കാണ്. അവരുടെ കാലം മാറി, അവരുടെ രീതികൾ മാറി. അതുകൊണ്ട് അവരെ വളർത്തേണ്ട രീതികൾ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഇതൊന്നും ആർക്കും മനസ്സിലായി. പിന്നെ നമ്മുടെ നിയമങ്ങൾ കൃത്യമായി പറയുന്നത് എന്താണ്? 12 വയസ്സ് വരെയുള്ള കുട്ടികൾ, 7 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ശരിക്കും നമുക്ക് കുട്ടികൾ എന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ. അവർ ചെയ്യുന്ന പ്രവർത്തികളെ നമുക്ക് എന്ത് പറയാം? അറിവില്ലായ്മയുടെ പുറത്ത് അല്ലെങ്കിൽ ബോധമില്ലായ്മയുടെ പുറത്ത് ചെയ്യുന്നതാണെന്ന് പറയാം. ബസ്സിനകത്തിൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കുറ്റത്തിനകത്ത് ആ ഒരു സമയത്ത് വന്നൊരു വിമർശനമായിരുന്നു. കാരണം 15 വയസ്സുള്ള ഒരു കുട്ടിയായതുകൊണ്ട് നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന് അന്ന് കോടതി പറഞ്ഞൊരു കാര്യമാണ്. ഇത്ര ക്രൂരമായ ഒരു കൃത്യം ചെയ്തിട്ട് എങ്ങനെ പറയാൻ തോന്നുന്നു ഒരു കുട്ടിയാണ് അത് ചെയ്തതെന്ന്? അതേ കാര്യം തന്നെയാണ് നമ്മുടെ മിഹറിന്റെ കേസിൽ നടന്നിട്ടുള്ളത്. ക്രൂരമായ റാഗിങ്, പണ്ട് കോളേജുകളിൽ മാത്രം നമ്മൾ കേട്ടിരുന്ന റാഗിങ് ആണ് സ്കൂളിൽ അതിലും ക്രൂരമായി നടക്കുന്നത്. അവരെയൊക്കെ എങ്ങനെ കുട്ടികളാണ്, ആ സ്കൂളിന്റെ മാനേജ്മെന്റ് പറഞ്ഞാണ് കുട്ടികളാണ്, പ്രായം പരിഗണിക്കണം. ഇത്തരം സാഹചര്യങ്ങളാണ് കുറ്റകൃത്യത്തിന്റെ ഗ്രീഷ്മയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതല്ലേ, ഷാരൂൺ ഗ്രീഷ്മ കേസിൽ ഗ്രീഷ്മയുടെ പ്രായം പരിഗണിച്ച് ശിക്ഷയ്ക്ക് അളവ് കൊടുക്കണം എന്ന് പറഞ്ഞത്. എത്ര എന്താ പറയാ ദയനീയമായ രീതിയിലാണ്, അല്ലെങ്കിൽ എന്ത് കൃത്യമായ വഞ്ചനയാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. എന്നിട്ടും അവിടെ പ്രായം പരിഗണിക്കണം എന്ന് പറഞ്ഞവരാണ്. അത് തരത്തിൽ ഈ പ്രായം എന്ന് പറയുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഈ 18 വയസ്സാണ് ഇവിടെ ജുവനൈൽ ശിക്ഷാ നിയമങ്ങൾ അല്ലാതെ ഒരു പൗരന്റെ ശിക്ഷാ നിയമങ്ങൾ അനുഭവിക്കാനുള്ള ഇതുള്ളത്. ഈ 18 വയസ്സിന് 1 മാസം മുൻപാണെങ്കിൽ പോലും ഈ കുട്ടിക്ക് ജുവനൈൽ ശിക്ഷകളാണ് ലഭിക്കുന്നത്. അതെന്താണ്? ആ 1 മാസം കൊണ്ട് ആ കുട്ടിക്ക് എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ഒരു 12 വയസ്സിന് മുകളിലുള്ളവർക്കും ഇത്തരത്തിലുള്ള ഇതേ ശിക്ഷാ രീതികൾ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് പേടി ഉണ്ടാകില്ലേ? കുറ്റകൃത്യത്തിന്റെ തീവ്രത അനുസരിച്ച് തന്നെ വേണം അവർക്ക് ശിക്ഷ കൊടുക്കാൻ. കാരണം ഇത്ര വലിയ കുറ്റവാളികൾ ജുവനൈൽ ശിക്ഷാ നിയമപ്രകാരം അധിക വർഷം കുട്ടികളെ ജയിലിൽ ഇടും. 2-3 വർഷമാണ് അതിനുശേഷം അവർ പുറത്തേക്ക് വരും. കാരണം ഈ ഒരു കുറ്റവാളിയുടെ മൈൻഡ് ഉള്ളപ്പോൾ കുട്ടികളാണ് ഇവർ.
ഇവർക്ക് ഈ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കൗൺസിലിംഗ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. ആരും അതിനുള്ള നിയമ നടപടികളൊന്നും ആരും സ്വീകരിക്കാനും പോകുന്നില്ല. അതിനുശേഷം ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതേ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടും. നമ്മുടെ ചെന്താമരയെ പോലെ ആ ഒരു രീതിയിലേക്ക്, കാരണം ആരെയും ഞാൻ വെട്ടിക്കൊല്ലാം, എനിക്ക് ഇതെന്റെ അവകാശമാണ്, ആ ഒരു രീതിയിലേക്ക്, കാരണം ഒരിക്കൽ ജയിലിൽ പോയിട്ട് വന്ന ഒരാളായതുകൊണ്ട് ഇത്രയൊക്കെ നടക്കത്തുള്ളൂ, ഇനി എനിക്ക് പുറത്തേക്ക് വരാമെന്ന രീതിയിലേക്ക് മാറി ഈ കുട്ടികൾ തന്നെ വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യും. അതേപോലെ ചെറിയ ഗുണ്ടാ സംഘങ്ങളെ പേടിച്ചു കഴിയുന്ന ചില നാടുകളുണ്ട്. ഇടയ്ക്ക് വലിയ റിപ്പോർട്ടുകളൊക്കെ വന്നായിരുന്നു. ചെറിയ ഗുണ്ടാ സംഘങ്ങളിൽ പെടുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ജുവനൈൽ ഹോമിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങിയ കുട്ടികളാണ്. അവിടെ അത്രയും വലിയ പൗരന്മാരെ പേടിപ്പിച്ച് നടക്കുന്നത്. അവർക്ക് പോലീസിൽ പരാതി കൊടുക്കാൻ വരെ പേടിയാണെന്നാണ് ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. പരാതി കേട്ട് കഴിഞ്ഞാൽ വന്ന് തങ്ങളെ കൊന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കാരണം ഗുണ്ടാ സംഘങ്ങളാണ്, ആ ഒരു നാട് മുഴുവൻ ഇവരെയാണ് പേടിക്കുന്നത്, കുട്ടികളെ. അപ്പൊ ഇവരിൽ നിന്ന് വെച്ചാൽ കൂടുതലായിട്ടും സോഷ്യൽ മീഡിയ യുഗമാണെന്ന് പറഞ്ഞല്ലോ. സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറേയധികം ഇൻസ്പയറബിൾ ആയിട്ട് ഹീറോയിസം, ഒരു ഹീറോ മൈൻഡ് ഉള്ള കാര്യങ്ങളുണ്ട്. കാരണം ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഹീറോയിസം ആണ്. അതേപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി അല്ലെങ്കിൽ സഹപാഠി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ടായിരുന്നു ഒരു ഗവൺമെന്റ് സ്കൂളിലുള്ള കുട്ടീനെ വിവസ്ത്രനാക്കി ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. ആ വീഡിയോ കണ്ടിട്ട് അതിന്റെ അച്ഛനാണ് കൊണ്ട് പരാതി കൊടുക്കുന്നത്. കാരണം ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കയറുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു, ആ കുട്ടീനെ വിവസ്ത്രനാക്കി ഒരു വീഡിയോ എടുത്ത് അവിടെ പോസ്റ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ കുട്ടികളുടെ മെന്റാലിറ്റികൾ ഇപ്പോൾ കൂടുതലും കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന് കൃത്യമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് കൃത്യമായ ശിക്ഷകൾ അല്ലെങ്കിൽ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.